ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. കേക്ക് വൈനും പകരം ഞാൻ ഇന്ന് ജ്യൂസ് തരാം. ക്രിസ്മസ് ഒക്കെ എവിടെ എത്തി? സിനിമ സെറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ജ്യൂസസ് ആയിരിക്കും. എന്റെ വീട്ടിലെ ജ്യൂസ് ഒക്കെ നല്ല ബെസ്റ്റ് ജ്യൂസ് ആണോ? അത് സിനിമ സെറ്റിലെ ജ്യൂസ് ആണെന്ന് പറഞ്ഞ് എന്നെ ഏകദേശം അതുപോലെ തോന്നിയ. പക്ഷേ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങള് കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം കുടിക്കും. ഇവിടുത്തെ മാത്രമേ കുടിക്കാൻ ഒക്കത്തുള്ളൂ. എന്നെ വിശ്വാസമില്ലേ? പിന്നെ എന്നാ പേടിക്കാനാ? ധൈര്യമായിട്ട് കുടിച്ചോ. പറ്റിക്കുന്ന ഏർപ്പാട് ആനീസ് കിച്ചണിൽ ഇല്ല. ക്രിസ്മസ് എവിടെ വരെ എത്തി? ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുന്നു. എന്നാ ഭാര്യയെ കൊണ്ടുവരാഞ്ഞേ? ഭാര്യ ഇവിടെ ഇല്ല. എവിടെ പോയി? ഭാര്യ മുംബൈയിലാ. അപ്പൊ ഇനി അങ്ങോട്ട് രണ്ടാമത്തെ ആളായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയാ ഡെലിവറി. അവിടെയായിരുന്നു ഡെലിവറി. അപ്പൊ രണ്ടുപേരും. രണ്ടാമത്തെ ആള് റൂഹി ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ രണ്ടുപേരെ മാനേജ് ചെയ്യാനായിട്ട് ശ്രുതിയുടെ പാരന്റ്സ് അവിടെ ഉള്ളതുകൊണ്ട് അപ്പൊ എനിക്കും ഷൂട്ടിന്റെ തിരക്കുകളായതുകൊണ്ട് ഇവിടെ മമ്മി മാത്രമേ ഉള്ളൂ എന്റെ. അപ്പൊ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് മമ്മിയാണ് ഡയബറ്റിക് ആണ്. ഇടയ്ക്ക് തലറങ്ങി വീണ പരിപാടിയൊക്കെ സത്യം. അപ്പൊ നമ്മള് പിള്ളേർ നോക്കേണ്ടതെല്ലാം അതും വേണമല്ലോ. റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്തും ഉണ്ട്, അല്ലാതെ പ്രാക്ടിക്കൽ വശവും ഉണ്ട്. എന്നാൽ എല്ലായിടത്തും ചെല്ലുകയും വേണം അല്ലേ? അതുകൊണ്ട് എനിക്ക് മുംബൈ ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാണ് പോവാനായിട്ട്. കാരണം നമ്മളവിടെ അധികം ആരും തിരിച്ചറിയില്ല. മലയാളികൾ ഓഫ് കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അറിയാം. സിജുവിന്റെ കുഞ്ഞുകാലത്തെ ക്രിസ്മസും അതും ഒക്കെ എങ്ങനെയായിരുന്നു? പള്ളിയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു CLC എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ യങ്സ്റ്റേഴ്സ് പിള്ളേരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാ സാറ്റർഡേയ്സും നമുക്ക് മോർണിംഗ് മാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഗാദറിംഗ് ഉണ്ടാവും. അവിടെ പ്രേയേഴ്സ്, പിന്നെ എന്താ പറയാ, ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ടൈം വരുമ്പോ ക്രിസ്മസ് കരോൾ പരിപാടികൾ നമ്മളിപ്പോ എപ്പോഴും വെക്കേഷൻസിന് നമ്മുടെ മമ്മിയുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ആന്റിമാരുടെ വീടുകളിൽ, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ കസിൻസ് ഉണ്ടാവും. എല്ലാവരും ചെറുപ്പത്തിൽ എല്ലാവരും ഭയങ്കര ഒരുമിച്ചുണ്ടാവുന്ന ടൈമാണല്ലോ. കസിൻസ് ഉണ്ടെങ്കിലും വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മളെല്ലാരും ഒരു കോലും ഓടിച്ചെടുത്ത് ബലൂണൊക്കെ ചുറ്റി പാട്ടയും പരിപാടിയൊക്കെ ഇട്ട് highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. പക്ഷെ ആ ഒരു നല്ല മെമ്മറീസ് ഇപ്പഴും സിജുവിന്റെ ഉള്ളിലുണ്ട് അല്ലെ? ആ കാലഘട്ടമൊക്കെ നമുക്ക് നമ്മുടെ പിള്ളേരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അല്ല ശരിക്കും ഞാനൊക്കെ ഇങ്ങനെ കരോളൊക്കെ ഉള്ള ടൈമില് വീടുകളിലൊക്കെ കയറി ചൊല്ല പട്ടിയെ ഓടിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെ പല വഴി ഓടിയിട്ടുണ്ട് ആൾക്കാർ, പിള്ളേരൊക്കെ. അതൊന്നും ഇപ്പത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു അല്ലെ? അന്ന് നമ്മൾ പേടിച്ചെങ്കിലും പിന്നെ അതൊക്കെ ആലോചിക്കുമ്പോ ഇതൊക്കെ എന്ത് നല്ല കാലമായിരുന്നു അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും സിജു വന്നപ്പോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച, ഈ ആക്ടിങ് എപ്പോഴാണ് സിജുവിന്റെ കാരിയറിൽ അതൊരു ഇതാണ് എന്റെ വേ എന്ന് മനസ്സിലായത്, ഇതാണ് എന്റെ ജീവിതം എന്ന് മനസ്സിലായത്? അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ഓഡീഷൻ, മലർവാടിയുടെ ഓഡീഷൻ കഴിഞ്ഞ സമയത്തായിരിക്കണം. ആ ഒരു ടൈമിലായിരിക്കും വന്നത്. എനിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സിനിമ കാണിക്കാൻ കൊണ്ടായിരിക്കുന്ന എന്റെ ഫാദറാണ്. ഫാദറിനായിരുന്നു സിനിമ നടനായി കാണണം എന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പുള്ളിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. ആക്ഷൻ മൂവീസ് ആയിരുന്നു. ബ്രൂസ് ലീ, ജെറ്റ് ലീ, ജാക്കി ചാൻ, അങ്ങനത്തെ സിനിമകളാണ് പുള്ളി പോയി കാണാം. അപ്പൊ ഫാമിലി ആയിട്ട് പോകില്ലല്ലോ അങ്ങനത്തെ സിനിമകളിൽ. അപ്പൊ ഫാമിലി ആയിട്ട് വല്ലപ്പോഴൊക്കെ പോകുള്ളൂ. മന്ത്ലി ഇപ്പോൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഏതെങ്കിലും ഹിറ്റായിട്ടുള്ള സിനിമ ഉണ്ടോ അതിന് പോകും. കാരണം എല്ലാവരും കൂട്ടി പോവാന്ന് പറഞ്ഞാൽ ഇപ്പത്തെ പോലെ തന്നെ അന്നും ഭയങ്കര ചെലവാണല്ലോ സിനിമ കാണാൻ പോകാൻ. അപ്പൊ ഒറ്റയ്ക്ക് പുള്ളി ഈ ആക്ഷൻ മൂവീസ് കാണുമ്പോ ആ സമയത്ത് എന്നെ കൊണ്ടുപോകും. വേറെ ആരെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടിവിയുടെ മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ, പക്ഷെ ഇരുത്തില്ല. കുറെ അടി കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് വീട്ടില് ടി വി ഇല്ല, വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ചിലപ്പോ ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ പുള്ളിക്കുള്ളൊരു ഭ്രാന്ത് നമ്മളിലേക്ക് പകർന്നായിരിക്കും. എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഉള്ള ഞാൻ. അപ്പൊ അത് എന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലഡിലേക്ക്. അപ്പൊ എങ്ങനെ സിനിമയിലേക്ക് വന്നതും? സിനിമ എപ്പോഴും ഈ പറയുന്ന സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമയ്ക്കാണ് ക്ലാസ് കട്ട് ചെയ്തും ഒക്കെ പോയേക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ
പിന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരുന്നിരുന്നതും ഈ പറയുന്ന ആർട്സ് ഡേക്കും സ്പോർട്സ് ഡേക്കൊക്കെയാണ് ആക്റ്റീവായിട്ട് എപ്പോഴും നിന്നിരുന്നത്. നമ്മുടെ 100% ഫുള്ളായിട്ട് സ്പോർട്സിനും മറ്റു കാര്യങ്ങൾക്കും. പഠിത്തം രണ്ടാമതായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ തറവാട് വീട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു വീട്, അത് കഴിഞ്ഞ ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ടാണ് എന്റെ സ്കൂൾ വരുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ. അങ്ങനെയായിരുന്നു. വീട്ടിലങ്ങനെ സമ്മതിക്കില്ലായിരുന്നു കളിച്ചിട്ട് പഠിച്ചു വരുന്നത്. കാരണം അങ്ങനെ പറ്റുന്നൊരു ഫാമിലി ആയിരുന്നില്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ എല്ലാ അപ്പന്മാരും ചിന്തിക്കുന്ന പോലെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളി തമാശയൊക്കെ മതി എന്ന് പറയുന്ന പോലെ. ഏറ്റവും കൂടുതൽ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പപ്പെടുത്തുന്നത്. അത് കളി കൂടുന്നതിന് എന്നെ ഓടിച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട്. നമ്മുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ബാത്റൂമിനകത്ത്. ഫ്രസ്ട്രേഷൻ അല്ല, പുറത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക. തുറന്നു കഴിഞ്ഞാൽ അടി കിട്ടി, ഉറപ്പ്, പേടിച്ചിട്ടൊക്കെ അകത്തിരിക്കുവേ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കലയെ അത്രയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഒരു എന്താ പറയാ, ഒരു സിനിമയിൽ എത്തിയപ്പോഴും ഒരു ഫിയറോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്തോ അങ്ങനെ വന്നതാണ്. സുഹൃത്തുക്കൾ ഇപ്പൊ അൽഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന അവനായിരുന്നു. ഞാൻ സിനിമാടനാണ്, അല്ലെങ്കിൽ സിനിമയാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന അവനാണ്. അത്രയും ഫോക്കസ്ഡ് ആയിട്ട്.